പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ യാത്ര തുടരുകയാണ്. 2020 ഉണ്ടല്ലോ, സിനിമയല്ല, നമ്മുടെ പുതിയ രാഷ്ട്രീയ പരീക്ഷണം സാബു ജേക്കബിൻ്റെ. ഈ 2020ക്ക് തലവേദനയായി മാറുകയാണ് തർക്കവും രാജിയും. ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു എന്നതാണ് പാർട്ടി വിട്ടവരുടെ വിമർശനം. സാബു ജേക്കബിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുണ്ടാക്കിയ തട്ടിക്കൂട്ട് സംഘടനയായി 2020 മാറിയെന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന PI ഉലഹന്നാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഉലഹന്നാൻ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. എന്തായിരുന്നു 2020 എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ ഈ പാർട്ടിയിലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന PI ഉലഹന്നാൻ പറയുന്നത് കേൾക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചീഫ് കോർഡിനേറ്ററുടെ ശമ്പളക്കാരെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹം എല്ലാ മാസവും ഇവർക്ക് നിശ്ചിത തുക അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം വന്നു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം പറയുന്നത് അനുസരിക്കല്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു. അതൊരു വലിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് തോന്നി. പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം അതിനകത്ത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നിയമപ്രകാരം ഉള്ള കാര്യങ്ങളല്ല, ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് വരണത്. അങ്ങനെ വന്നതുകൊണ്ട് DPC കൂടുമ്പോൾ അതിനകത്തൊക്കെ തടസ്സങ്ങൾ വരും. ഇദ്ദേഹം ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയതും അദ്ദേഹത്തിന് ഒരു പേരുണ്ടാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ളത്. അതാണ് എന്താണ് 2020 എന്നുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. കിഴക്കമ്പലത്ത് വാഗ്ദാനം ചെയ്തതൊന്നും നടപ്പിലാക്കാൻ 2020ക്ക് സാധിച്ചില്ലെന്നാണ് വ്യാപാരികളും പറയുന്നത്. കേൾക്കും. ഇവിടെ ശരിക്കും ഒരു കമ്പനി ഭരണമാണ് ശരിക്കും നടക്കുന്നത്. 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ഭരണം ഇവിടെ ഇപ്പോൾ ഇതുവരെ 10 കൊല്ലക്കാലം നടന്നിരുന്നത്. ഒരു വെയിറ്റിംഗ് ഷെഡില്ല, ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല, ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 47ഓളം വ്യാപാരികൾ കച്ചവടം ചെയ്തിരുന്ന ഒരു മാർക്കറ്റ്, അതിനനുബന്ധിച്ചുള്ള തൊഴിലാളികളും അതിനോട് ചേർന്ന ഒരു കാർഷിക വിപണിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ 4 കൊല്ലം മുന്നേ ഒഴിവാക്കി ഇക്കാലം എത്രയായിട്ടും അതൊന്ന് പണിത് കൊടുക്കാൻ പോലും സാധിച്ചില്ല. ഒരു പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് 2020 നേതൃത്വവും പറയുന്നു. അല്ലെങ്കിൽ ഈ പാർട്ടി രാഷ്ട്രീയത്തിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുടെ പാർട്ടിയല്ല. നമ്മളൊക്കെ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ നിരാശയായിരിക്കാം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാം, അതിൽ നിന്ന് ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുന്നവർക്കൊക്കെ മോഹഭംഗം വരുമ്പോഴാണ് ഇവരൊക്കെ പാർട്ടി വിട്ടു പോകുന്നത്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാരും തന്നെ ആ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകരോ സജീവമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വന്നവരോ അല്ല. 2020 പാർട്ടിക്കെതിരായി ഇന്ന് മത്സരിക്കുന്നത് എല്ലാ മുന്നണികളും ഒറ്റ കെട്ടായിട്ടാണ്. അതിപ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJPയോ ഒക്കെ കൂടെ മത്സരിക്കുമ്പോൾ 2020 പാർട്ടിയെ എങ്ങനെ പരമാവധി ഫോക്കസ് ചെയ്ത് തളർത്താമെന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കൂ. ബഷീർ P. അക്ബർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബഷീർ, 2020 എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിൻ്റെ ഒരു ശനിദശ തുടങ്ങിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരർത്ഥത്തിൽ ചെമ്പ് തെളിയുകയാണോ? ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെ വന്ന് നമ്മളോട് പറഞ്ഞത് അതൊരു കമ്പനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി കമ്പനിയായി മാറുന്നതിലും വലിയ അധപ്പതനമില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ സാബു ജേക്കബിൻ്റെ ശമ്പളക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊട്ടും പാർട്ടിക്കോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിനോ ഗുണം ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടത്ര സ്ഥാനാർത്ഥികളെ പോലും 2020ക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷമം കൂടിയുണ്ട്, അല്ലേ മുബഷീർ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത്തരം വിമർശനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ 2020യിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളൊക്കെ തന്നെ പറയുന്നത്. നേരത്തെ ഈ പാർട്ടി രൂപീകരിച്ചതിൻ്റെ പ്രവർത്തനം നടന്നിരുന്ന സമയത്ത് തന്നെ UDFും LDFും വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ജനാധിപത്യ ബോധമില്ലാത്ത രാഷ്ട്രീയ സംഘടനയാണ്, ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള സംഘടന ഏകാധിപത്യ സ്വഭാവത്തിലാണ് പോകുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ ഒരു സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്ന ആളുകളും സമാന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഈ 2020യുടെ ആദ്യകാല രൂപീകരണ സമയത്ത് തന്നെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന കിഴക്കമ്പലം സ്വദേശി കൂടിയായിട്ടുള്ള ഉലഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഉദ്യോഗത്തിൽ നിന്നും റിട്ടയർഡ് ആയതിനു ശേഷമായിരുന്നു 2020യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള മേഖലകൾ സിംഗപ്പൂർ മോഡലാക്കി മാറ്റുമെന്നുള്ളതായിരുന്നു. 2015 ആദ്യഘട്ടത്തിൽ മുഴുവൻ സീറ്റിലും കിഴക്കമ്പലം പഞ്ചായത്തിൽ അവർക്ക് ഭരണം ലഭിക്കുന്നു. പിന്നീട് പറയുന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ കൃത്യമായി നിറവേറ്റാൻ ഈ പറയുന്ന പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഉലഹന്നാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള സാബു ജേക്കബിന്റെ ഏകാധിപത്യ മനോഭാവത്തിനനുസരിച്ചുള്ള ഒരു സംഘടനയായിട്ട് ഇത് മാറുന്നു. അതിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ശമ്പളം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ തന്നെ
ശമ്പളം നൽകുന്നത് അതത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് കുറഞ്ഞ ശമ്പളം, അതിന് മുകളിലുള്ള ആളുകൾക്ക് കൂടുതൽ ശമ്പളം. സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധികൾക്ക് സർക്കാർ നൽകുന്ന അലവൻസിന് അപ്പുറമുള്ള ഒരു ശമ്പളം ഒരു രാഷ്ട്രീയ പാർട്ടിയും നൽകുന്നതായി നമ്മുടെ അറിവിലില്ല. പക്ഷേ 2020 സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ പറയപ്പെടുന്ന സാബു ജേക്കബിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് സംഘടനയായി അത് മാറി എന്നുള്ളതാണ് ഉലഹന്നാൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ കിഴക്കമ്പലത്തെ ചില വ്യാപാരികളും സമാനമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഇവർ ഭരിക്കുന്ന 4 പഞ്ചായത്തുകൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ കിഴക്കമ്പലത്ത് തുടങ്ങി 1.5 വർഷത്തിനോളം അത് പൂട്ടി. മറ്റൊരു പഞ്ചായത്തിലും അത് തുടങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കിഴക്കമ്പലത്തെ വ്യാപാരികളും പറയുന്നത്. ഏകദേശം 50ഓളം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം അവിടെയുള്ള കിഴക്കമ്പലത്തെ മാർക്കറ്റ് മാറ്റിയത് മൂലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പിലായില്ല. കമ്പനി ഭരണമാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ പാർട്ടി വിട്ടുപോയ ആളുകളെല്ലാം തന്നെ ചില താല്പര്യങ്ങൾ കൊണ്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാത്തത് മൂലം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഈ 2020 നേതൃത്വം വ്യക്തമാക്കുന്നത്. പാർട്ടി കേരളത്തിലേക്ക് വളരുകയാണ്. വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 40ഓളം പഞ്ചായത്തുകൾ മത്സരിക്കുന്നുണ്ടെന്നും 2020 നേതൃത്വം വ്യക്തമാക്കിയാണ്. ഓക്കെ, താങ്ക് യു. മുബഷിർ പി അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത്. എറണാകുളം കോർപ്പറേഷനിൽ തന്നെ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല 2020-ക്ക്. ഉള്ളവരാണെങ്കിൽ പലരും രാജിവെച്ച് പോകുന്ന ഒരു തിരക്കിലുമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന മട്ടിലാണ് 2020-യെ പലരും വിമർശിച്ചത്. ഇപ്പോൾ അതൊക്കെ ഏറെക്കുറെ സത്യമാകുന്നു എന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടി ഒരു കമ്പനിയായി തീരുകയും പാർട്ടിയിലെ ജനപ്രതിനിധികൾ ആ കമ്പനി ഉടമയുടെ ശമ്പളക്കാരായി തീരുന്നതിലും വലിയ ജനാധിപത്യ വിരുദ്ധത നമുക്ക് പറയാൻ പറ്റും.